ഹായ് ഫ്രണ്ട്സ്, ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്കും പൂക്കളെ സ്നേഹിക്കുന്നവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ ഡിസേർട്ട് റോസ് അഥവാ അഡീനിയൻ ചെടി. അപ്പോൾ അഡീനിയൻ ചെടിക്ക് മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഞാൻ മഴയത്തുനിന്ന് കയറ്റി നമ്മുടെ ഷെയ്ഡിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ അഡീനിയൻ ചെടികളാണ് കേട്ടോ. ഇതിൽ പലതരം കളറിലുള്ള ചെടികളുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ചീഞ്ഞ് പോകുമ്പോൾ ചെയ്യുന്നതും പിന്നെ അതിന് കൊടുക്കുന്ന സംരക്ഷണങ്ങളും പ്രൂൺ ചെയ്യണതൊക്കെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. 4 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഇവർക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാലാണ് ഇവ നന്നായിട്ട് പൂവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഷെയ്ഡിൽ കയറ്റി വെക്കുമ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് മൂലം ഇതിൻ്റെ ഇല പൊഴിയാനും പൂക്കൾ കൊഴിയാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ചട്ടികൾ പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് 2-3 വർഷം പഴക്കമുള്ള ചെടിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ പോട്ടി മിക്സൊക്കെ നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആണെന്നുണ്ടെങ്കിലും മഴ നനഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ മഴയത്ത് വെക്കാറില്ല, എൻ്റെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഷെയ്ഡിൽ തന്നെയാണ് വെക്കണത്. പിന്നെ പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടീനിയത്തിന് നമ്മളെ കോഡക്സൊക്കെ ഞെങ്ങി കാണുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി അടീനിയത്തിനൊന്ന് ശ്രദ്ധിക്കണം. ഷെയ്ഡിൽ വെച്ചാലും നമ്മൾ അവർ സേഫാണെന്ന് വിചാരിച്ചിരിക്കരുത്. വെള്ളപ്പോഴും പോയി നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് പോയി അടീനിയത്തിൻ്റെ കോഡക്സൊക്കെ ഞെങ്ങി നോക്കുമ്പോൾ ഞെങ്ങുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ വെള്ളം നിന്ന് ചീഞ്ഞ് തുടങ്ങിയെന്നാണ് അർത്ഥം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ അധികമായിട്ടുണ്ടെങ്കിലും അതിൽ മറ്റേ ഇലകളൊക്കെ നന്നായിട്ട് പൊഴിഞ്ഞു പോകും, അതും കാണുന്നുണ്ട്. പിന്നെ ഇല വഴി വെള്ളം നിന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം മുതൽ ഇങ്ങനെ ചീഞ്ഞ് വരും, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഈ സമയത്ത് വളം കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഇതിൽ വന്ന കളകളും ഒക്കെ നമ്മൾ പറിച്ച് മാറ്റി കൊടുക്കണം. എല്ലാന്നുണ്ടെങ്കിൽ അതിലുള്ള വളങ്ങളൊക്കെ ആ കളകൾ വലിച്ചെടുക്കുന്നതാണ്. പിന്നെ നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ സാഫ് കലക്കി എല്ലാ ചെടികളുടെ കടയിൽ ഒഴിച്ചു കൊടുക്കണം, നല്ലതാണ് കേട്ടോ. ഈ കാണുന്നത് ഞാനിപ്പോൾ അടുത്ത് മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിച്ച ഒരു 5-6 തൈകളാണ്. അതിൻ്റെ ഇല വഴി നിന്ന് ചീഞ്ഞ് പോയ ഭാഗമാണ് കാണുന്നത്, കൂമ്പ് ഭാഗം കേട്ടോ. ഇലയിൽ ഒരു ചീയൽ വന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂമ്പ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ നോക്കിയപ്പോൾ പിന്നെയും ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഇവിടെ നിന്ന് അടിഭാഗത്തു നിന്ന് ചീയലില്ലാത്ത ഭാഗം തുടങ്ങി കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് സാഫ് പരട്ടി കൊടുക്കാം. പിന്നെ കട്ട് ചെയ്യണത് നമ്മൾ എപ്പോഴും സാനിറ്റൈസ് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ അണുവിമുക്തമാക്കിയതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് വീണ്ടും ചീഞ്ഞ് തുടങ്ങും. എന്നിട്ട് നന്നായിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഒരു വാക്സിങ്ങനെ ഒഴുകി വരുന്നത് നമ്മൾ അത് തുണി കൊണ്ട് തുടച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അത് നിന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഭാഗം ചീഞ്ഞ് തുടങ്ങും കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് തുടച്ചതിന് ശേഷം നമുക്ക് സാഫ് ഇങ്ങനെ പെട്ടി കൊടുത്ത് തണലത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് 2ാമത് റീപ്പോർട്ട് ചെയ്യണം. മേടിച്ചിട്ട് നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇതോടുകൂടി തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാൻ വാങ്ങിച്ചേക്കണതാണ് ഈ തൈകളാണ് ഈ കാണുന്നത്. ഇത് 6 എണ്ണം ഉണ്ട്. ഈ മഴ സമയത്ത് നമ്മൾ തൈകൾ പോയി മണ്ണുത്തിലായാലും പോയി മേടിക്കുമ്പോൾ നമുക്ക് പൂക്കൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പാടാണ്. അങ്ങനെ ഇപ്പോൾ ID നോക്കി അതിൻ്റെ പൂക്കളുടെ ഇത് നോക്കിയിട്ടാണ് നമ്പർ അനുസരിച്ചാണ് തിരഞ്ഞെടുത്തത്. ഒത്തിരി പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പൂക്കളായി നിൽക്കുന്ന സമയത്ത് പോയി മേടിക്കണേണ്ട നല്ലത്. ഇവിടെ പോയപ്പോൾ ഒട്ടും പൂക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിനായിട്ട് തിരഞ്ഞെടുക്കണ പോട്ടി മിക്സ് നല്ല ഇളക്കമുള്ള പോട്ടി മിക്സാണ്. ഇപ്പം ഇതിൽ ഉപയോഗിക്കണത് മണലും മണ്ണും മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വേറെ വളങ്ങളൊന്നും നമ്മളിപ്പോൾ ചേർക്കണില്ല. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ചട്ടിയാണ് തിരഞ്ഞെടുക്കണത് കേട്ടോ. ചകിരിച്ചോറും പെർലൈറ്റും പിന്നെ അതുപോലെ തന്നെ മണലിൻ്റെ മിക്സാണ് ഞാനിതിൽ കൊടുക്കുന്നത്. മണലും കൂടി മിക്സ് ചെയ്ത പോട്ടി മിക്സാണ് ഞാനിവിടെ തയ്യാറാക്കണത് കേട്ടോ. പിന്നെ നമ്മൾ ചട്ടി എടുക്കുമ്പോൾ എപ്പോഴും നല്ല ദോരം ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ നല്ല വായുവട്ടമുള്ള ചട്ടിയാണ് ഇതിന് നല്ലത്. ഞാനപ്പോൾ ഇതുപോലത്തെ ചട്ടിയാണ് എടുക്കണത്. പിന്നെ അതിൽ നമ്മൾ മെറ്റല വല്ല കല്ല എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് പോട്ടി മിക്സ് നിറക്കാനായിട്ട് നല്ലത്. 1-2 വർഷത്തിലൊരിക്കൽ ചെടിച്ചട്ടി മാറ്റി നമുക്ക് 2ാമത് റീപ്പോർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സാധാരണ ചെയ്യേണ്ടത്. പിന്നെ വേരുകൾ തിങ്ങി നിറഞ്ഞ് ചെടിക്ക് വളരാൻ സ്ഥലമില്ലാതെ എന്ന് കാണുമ്പോൾ മാത്രം നമുക്ക് ചെയ്താൽ മതി. ചട്ടിയിൽ നിന്നും ചെടി മാറ്റി വേരുകൾ കഴുകി വൃത്തിയാക്കി ആവശ്യമില്ലാത്തവ മുറിച്ച് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്കൊന്നും ചെയ്യേണ്ട. ഇപ്പം തണുത്ത അന്തരീക്ഷം കാരണം കൊണ്ട് ഇതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ കട്ടിങ്സൊക്കെ നമുക്ക് വെട്ടിയെടുത്തിട്ട് വേഗത്തിൽ തന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡക്സ് വലുതാവില്ല, പക്ഷേ പൂക്കൾ വേഗം
നന്നായിട്ടുണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കോഡക്സിന് നമുക്കിതിൽ കാണാൻ പറ്റില്ല. ഇത് ഏകദേശം നമുക്ക് 2 മുതൽ 6 ആഴ്ചക്കുള്ളിൽ തന്നെ വേരൊക്കെ വന്നു തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് അഡീനിയം ചെടി നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ പോട്ടി മിക്സൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഇത്ര മണ്ണ് നിറച്ചിട്ട് ഞാൻ ഈ ചെടി അതിൽ വെക്കാൻ പോവാണ്. അവർ നിറച്ചേക്കണ പോട്ടി മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോക്കോ ചിപ്സും മണലും മാത്രമാണ് ഇതിൽ കാണുന്നത് കേട്ടോ. ഇത് നമുക്ക് അതേപടി തന്നെ ഒന്നും ചെയ്യാണ്ട് മണ്ണ് മാറ്റാണ്ട് നമുക്ക് വെക്കണമെങ്കിൽ അതേപടി തന്നെ വെക്കാം കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പോട്ടി മിക്സ് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ കാണുന്ന വേര മറ്റുള്ളതൊന്നും നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇപ്പം മഴ സമയം കാരണം കൊണ്ട് ഇൻഫെക്ഷൻ വേഗം കയറും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വേരൊന്നും കട്ട് ചെയ്യാണ്ട് ഇപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പം ഞാൻ അതിൻ്റെ അടിയിലത്തെ കുറച്ച് മാറ്റിയിട്ട് നമ്മൾ അങ്ങനെ തന്നെ പോട്ട് ചെയ്തിന് കൊടുക്കാം കേട്ടോ. പിന്നെ ചെടിയുടെ 3/4 ഭാഗം മുകളിലും 1/4 ഭാഗം താഴെ ആയിട്ടാണ് നമ്മൾ എപ്പോഴും നടേണ്ടത്. അടിഭാഗം അധികം പോയാൽ അത് കോഡക്സ് വെള്ളം നിന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അടീനിയൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അടീനിയത്തിന് നമുക്ക് ആരോഗ്യവും പൂവും നിലനിർത്താനായിട്ട് പതിവായിട്ട് നമുക്ക് വളപ്രയോഗം ചെയ്യണം കേട്ടോ. പിന്നെ സമീകൃതമായ വെള്ളത്തിൽ ലയിക്കുന്നതുമായ വളം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. വളരുന്ന സീസണിലാണെങ്കിൽ നമുക്ക് മാസത്തിലൊരിക്കൽ നമുക്ക് വളം ചെയ്ത് കൊടുത്താൽ മതിയാകും. മഴ സീസണിൽ നമ്മൾ വളപ്രയോഗം കുറയ്ക്കുന്നതാണ് നല്ലത്. ഈ ചെടികൾക്ക് ഞാൻ കൊടുക്കുന്ന വളപ്രയോഗം എന്ന് പറയുന്നത് പൊട്ടാഷ് സമ്പുഷ്ടമായ വളവും കൊടുക്കും. പിന്നെ എല്ലുപൊടി, പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല അളവിൽ പൂക്കൾ ഉണ്ടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ DAPയും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ അടീനിയും നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പം നമ്മൾ പുറത്ത് വെക്കണ്ട, മഴ സമയമാണ്. വെയിലായാലും നമ്മൾ പുറത്ത് വെക്കണ്ട കേട്ടോ. ഇത് നമ്മൾ നട്ടതിന് ശേഷം നമുക്ക് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഷെയ്ഡിൽ മാറ്റി വെച്ചിട്ട് ഒരു വേര് വന്നെന്ന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വെയിലായതിന് ശേഷം പുറത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഷെയ്ഡിൽ വെക്കുകയാണ് ചെയ്യുക. അതിൽ കൂടെ നമ്മൾ സാഫ് കുറച്ച് കലക്കി ഒഴിച്ച് കൊടുക്കണം, നല്ലതാണ്.